അസ്സലാമലൈക്കും. യഥാർത്ഥ വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളത് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സൃഷ്ടാവിന് അതുകൊണ്ട് ഒരു നഷ്ടവും നമുക്ക് തന്നെയാണ് നഷ്ടം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അധ്യായം 4 നിസാഹിൽ 131, 132, 133 പറയുന്നത്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിൻ്റെതാകും. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കൂ എന്ന് നിങ്ങൾക്ക് മുന്നേ വേദം നൽകപ്പെട്ടവരോടും നിങ്ങളോടും നാം വസിയത്ത് ചെയ്തിരിക്കുന്നു. നിങ്ങൾ അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹുവിന് ഒരു നഷ്ടവുമില്ല. കാരണം ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാവുന്നു. അപ്പൊ അള്ളാഹുവിടെ പറയുന്നത് എന്താണ്? മുമ്പ് വേദം നൽകിയവരോടും നിങ്ങളോടും എന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലാവട്ടെ, അതിന് മുന്നേ നൽകിയ വേദഗ്രന്ഥങ്ങളിലാവട്ടെ, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന സൃഷ്ടാവിനെ ആരാധിക്കാനാണ്. എന്നാൽ നമ്മൾ ആരാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സൃഷ്ടാവിന് അതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല. എന്നാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. അള്ളാഹു പരാശ്രയമുക്തനും സ്തുത്യർഹനുമാണെന്ന്. അള്ളാഹു ആരെ ആശ്രയിക്കുന്നില്ല, നമ്മളാണ് അള്ളാഹുവിനെ ആശ്രയിക്കുന്നത്. നമ്മളല്ലേ യഥാർത്ഥത്തിൽ സൃഷ്ടാവിനെ ആശ്രയിക്കുന്നത്. അതിന് 132 പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. കൈകാര്യ കർത്താവായി അള്ളാഹു മദീന്. അപ്പൊ അള്ളാഹുവിന്റെ കൈകൾ എന്ന അംശമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ജനങ്ങളെ, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളെ അവൻ നീക്കം ചെയ്യുകയും മറ്റൊരു വിഭാഗത്തെ അവൻ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അള്ളാഹു അതിനും കഴിവുള്ളവനാണ്. അള്ളാഹു ഉദ്ദേശിക്കാന്നുണ്ടെങ്കിൽ നമ്മളെ മൊത്തം നശിപ്പിച്ച് നീക്കം ചെയ്തിട്ട് മറ്റൊരു ജനതയെ അള്ളാഹു വേണമെങ്കിൽ കൊണ്ടുവരുന്നു. വല്ലവനും ഇഹലോകത്തെ പ്രതിഫലമാണ് ലക്ഷ്യമാക്കുന്നെങ്കിൽ അവൻ മനസ്സിലാക്കട്ടെ, അള്ളാഹുവിന്റെ പക്കൽ തന്നെയാണ് ഇഹലോകത്തെ പ്രതിഫലവും പരലോകത്തെ പ്രതിഫലവും. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പൊ നമുക്ക് രണ്ട് ലോകം വിജയിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ സൃഷ്ടാവിന്റെ അനുഗ്രഹം നമുക്ക് വേണം. അല്ലെങ്കിൽ സൃഷ്ടാവ് വിചാരിക്കാതെ നമുക്ക് രണ്ട് ലോകം സന്തോഷമാവണമെന്നില്ല. അപ്പൊ സൃഷ്ടാവിന്റെ കൈകളിലാണ് എല്ലാ കാര്യവും കിടക്കുന്നത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അപ്പൊ അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ സൃഷ്ടാവിന്റെ കൈകളിൽ തന്നെയല്ലേ നമ്മളെ ജീവിതം എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പക്കൽ തന്നെയാണ് രണ്ട് ലോകത്തേക്കുള്ള പ്രതിഫലവും.